ഐഫോൺ 17 കോസ്മിക് ഓറഞ്ച് കളർ ഉണ്ട് അല്ലേ? അതുപോലും നമ്മുടെ സംഘികളുടെ ക്രെഡിറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെ, അതിന്റെ ക്രെഡിറ്റും നമ്മുടെ സംഘപരിവാൺ ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്. BJPയുടെ രാജ്യസഭാ MP ആയിട്ടുള്ള എന്താ പേര്, സുധാൻഷു ത്രിവേദി ആണ് ഇന്നലെ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. ഹിന്ദു ധർമ്മത്തിന്റെയും ഹിന്ദു ദൈവങ്ങളുടെയും മോദിജിയുടെയും കാരുണ്യവും കടാഷ്ടവും കൊണ്ട് ലോകോത്തര കമ്പനിയായിട്ടുള്ള ഐഫോൺ 17, അതായത് ആപ്പിളിൻ്റെ ഐഫോൺ 17 സാഫ്രോൺ ഓറഞ്ച് ആക്കിയിട്ടുണ്ട്. അവിടെയും ഹിന്ദു ധർമ്മത്തിൻ്റെയും ദൈവത്തിൻ്റെയും കയ്യൊപ്പ് പതിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റും കൂടെ അങ്ങ് എടുത്തു എന്നാണ് നമ്മുടെ സുധാൻഷു ത്രിവേദി പറഞ്ഞത്. അതിൻ്റെ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരും. ഐഫോൺ 17 लॉन्च हुआ है और पहली बार उसका सबसे यूनिक कलर ऑरेंज, कॉस्मिक ऑरेंज आया है। यानी दुनिया के सबसे हाईटेक कंपनी के सबसे हाईटेक प्रोडक्ट के ऊपर भी भगवा नजर आने लगा है। अगर किसी को कुछ समझ में ना रहा हो तो उसे अपनी नजर बदलने की जरूरत है. എന്ത് ചെയ്യാനല്ലേ, ഓരോ വീഡിയോയിലും ഈറ്റിങ്ങൊക്കെ ഇച്ചിരി ബോധം കൊടുക്ക്, വിവരം കൊടുക്ക്, പടച്ചോനെ ഒരു ലേശം കൊടുത്താൽ മതി എൻ്റെ പൊന്നോ ശ്രീരാമ. എന്തെങ്കിലുമൊക്കെ ഒരു തലയിൽ ഒരുപാടൊന്നും വേണ്ട, ഒരു ഇച്ചിരി ഉളുപ്പും വിവരം കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ വിവരക്കേടുകൾ പറയോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചോണ്ടല്ലേ. അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ജയശ്രീരാം വിളിയാണ്. ഐഫോണിൻ്റെ കളറ് ഈ ഓറഞ്ച്, കോസ്മിക് ഓറഞ്ച് കൊടുത്തതിന് അവിടെ ജയശ്രീരാം വിളി വരെ വിളിച്ച വാണസംഖികള് ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. ഒന്ന് കേട്ടു നോക്കിയത്. ഓറഞ്ച്, കോസ്മിക് ഓറഞ്ച് ആയാ ഹൈ, യാനി തോ ഉസേ അപ്നി നസർ ബദൽനെ കി ജറൂരത് ഹൈ. അങ്ങനെയുണ്ട്, ജയശ്രീരാം വിളിയാണ്. എന്ത് കേട്ട് കഴിഞ്ഞാലും ജയശ്രീരാം വിളി. എൻ്റെ പൊന്ന് സംഖ്യകളെ, ഈ പറഞ്ഞ ഓറഞ്ച് കളറാണ് അമേരിക്കയിലെ കൗണ്ടി ജയിലേഴ്സ്, അതായത് ജയിലിൽ കിടക്കുന്ന കള്ളന്മാരുടെ എന്താ പറയുക യൂണിഫോമും ഇതേ കാവിക്കോണകത്തിൻ്റെ കളർ തന്നെയാണ്. ഒന്നും വേണ്ട, മെല്ലെ പറയാം. പോൺ ഹബിൻ്റെ എന്താ പറയുക ഇതുണ്ടല്ലോ ലോഗോ വരെ ഇതേ കാവിക്കോണകത്തിൻ്റെ കളറാണ്. ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ കാവിക്കോണകത്തിൻ്റെ ചെറിയ കുട്ടികളെ അപ്പി വരെ കാവിക്കോണകത്തിൻ്റെ കളറാണ്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും ഹിന്ദു ധർമ്മവും ഹിന്ദു ദൈവവും അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സംഘപരിവാണങ്ങളുടെ ക്രെഡിറ്റാണ് നിങ്ങൾ പറയൂ. അല്ലെങ്കിൽ പറയെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോ, കുഴപ്പമൊന്നുമില്ല. നമ്മളതിനൊന്നും നിങ്ങളെ കുറ്റം പറയുന്നില്ല. പറയുമ്പോൾ അത്ര ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരമൊക്കെ പടച്ചവൻ അത്രേ തന്നിട്ടുള്ളൂ. എന്ത് ചെയ്യാൻ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും സംഖ്യ എന്നും സംഖ്യ തന്നെ, ഈ വാണസംഖ്യകൾ തന്നെയാണ്. സംഘപരിവാൺ എന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഈ ഐഫോണിൻ്റെ എന്താ പറയുക ആപ്പിളിൻ്റെ COO, അതായത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഒരു ഇന്ത്യൻ ആണെന്ന് നമുക്കറിയാലേ. ഇനി അയാളെങ്ങാനും പണി പറ്റിച്ചോ? ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ മോദി അയാളെ വിളിച്ചിട്ടേ നമ്മുടെ പരിവാണങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ഐഫോണിന് നമ്മുടെ താമരയുടെ ഓറഞ്ച് കളർ തന്നെ കൊടുക്കണം എന്നങ്ങാനും പറഞ്ഞോ എന്നുള്ള ചിന്തയാണ് പിന്നെ കയറി വന്നത്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മുടെ ഐഫോണിൻ്റെ COO സാബിഹ് ഖാൻ ആണ് കേട്ടോ. പക്ഷേ അതൊരു മുസ്ലിമാണ്. അപ്പം പിന്നെ ആ ചാൻസ് വളരെ കുറവാണ്. പുള്ളി ഇപ്പോൾ അത് ഈ കാവിക്കോണകത്തിൻ്റെ കളർ അതിൽ കയറ്റു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഐഫോണിൻ്റെ COO ഒരു ഇന്ത്യനാണ്, ഒരു ഇന്ത്യൻ ഒറിജിനാണ്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ 10 വയസ്സ് വരെ ജീവിച്ച് അവിടെ നിന്ന് സിംഗപ്പൂരിലോട്ട് പോയി, സിംഗപ്പൂരിൽ നിന്ന് അങ്ങ് ന്യൂയോർക്കിലോട്ട് പോയിട്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് അവിടെ പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി അവിടെ ഐഫോൺ ആപ്പിളിൽ കയറി അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പം ആപ്പിളിൻ്റെ COO ആയിട്ട് ജോലി ചെയ്യുന്നു. ആപ്പിളിൻ്റെ പുതിയ പല ഇന്നോവേഷൻസും പുള്ളിയുടെ തലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്കാർക്കും എത്ര പേർക്ക് അറിയില്ല. ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം സാബിഹ് ഖാൻ ആണോ ഒരു ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു സാബിഹ് ഖാൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സംഘികളുടെ ഒരു ചിന്തകൾ മാത്രമാണ് ഇതൊക്കെ. ഇനി അതുമാത്രമല്ല, ഈ സാബിഹ് ഖാൻ എന്ന് പറഞ്ഞത് ഞാനിതിങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് പോകാൻ ചില കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഈ ഒരു വാർത്ത കണ്ട് ഐഫോണിൻ്റെ CEOൻ്റെ കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മയിലോട്ട് വന്നത്. നമ്മുടെ പ്രധാനമന്ത്രിജി ഒരു 4-5 മാസം മുമ്പ് ഒരു ഡയലോഗ് ഒരു കാച്ചി വിട്ടിരുന്നു. ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ പല ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ട് അവരുടെ സുന്ദർ പിച്ചേനെ പോലത്തെ ആളുകളൊക്കെ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും ടയറിൻ്റെ പഞ്ചറൊട്ടിച്ച് ജീവിക്കുന്ന ആളുകൾ മാത്രമാണെന്നുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിച്ചിട്ട് അത് ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഇതായിരുന്നു ആ വേർഡിങ്സ് കേട്ടോ. हेक्टर जमीन पूरे देश में है. इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था.
और आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी पड़ती। ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി താടിച്ചി പറഞ്ഞത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ എപ്പോഴും പഞ്ചറൊട്ടിച്ച് നടക്കുന്നതാണെന്നുള്ളത്. ഏതാണെങ്കിലും ചായ അടിച്ച സമയത്ത് മോദിജിക്ക് 2-3 രൂപ കിട്ടിയെങ്കിലും അന്നും പഞ്ചറടിക്കുമ്പം 50 റുപ്യൻ്റെ അടുത്ത് കിട്ടും. ഏതായാലും അത് മോദിജി മറന്നു പോയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല മോദിജി. കാരണം മോദിജിക്ക് അറിയാത്ത നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ RSSന് ചരിത്രമില്ല, ചരിത്രമില്ലാത്ത RSSൻ്റെ ഒരു നേതാവ് പ്രധാനമന്ത്രി ആയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊന്നും ബോധവും വിവരമൊന്നുമില്ല. നമ്മുടെ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇന്ത്യൻ്റെ അകത്തുള്ള മുസ്ലിങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ എത്തി, ഇന്ത്യയുടെ GDP-യുടെ എത്ര ഭാഗം, എത്ര ശതമാനം മുസ്ലിങ്ങൾ തരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയില്ല. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ 4 വർഗീയത പറയുക, മുസ്ലിങ്ങൾക്കെതിരെ 4 വർത്താനം പറയാതെ മാത്രമേ ഈ പറഞ്ഞ താടിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടി വരുന്നതും. നമ്മുടെ അബ്ദുൽ കലാമും അല്ലെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദും അതൊക്കെ പോട്ടെ, ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യക്കാരനായിട്ടുള്ള ഈ പറഞ്ഞ സബീഹ് ഖാൻ വരെയാണ് ആപ്പിളിൻ്റെ COO എന്നുള്ളത് നമ്മുടെ മോദിജിക്ക് അറിയില്ല. മോദിജിക്ക് 4 പശുവിനെ തലോടാനും പശുവിൻ്റെ ചാണകം നോക്കിയിട്ട് അതിൻ്റെ ഗുണമേന്മ പറയാനും ഇതുപോലത്തെ 4 വർത്താനം മുസ്ലിങ്ങൾക്കെതിരെ പറയാനും പിന്നെ വേറെ എന്തെങ്കിലും നയതന്ത്ര ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കൊളാക്കാനും മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രിജിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നത് നമ്മൾ ഐഫോണിൻ്റെ കളർന്നല്ലേ. ഐഫോണിൻ്റെ കളർ വന്ന കഥയും ഐഫോണിൻ്റെ COOയും ഐഫോണിൻ്റെ CEO ഒരു ഇന്ത്യൻ മുസ്ലിം ആയതും ഇന്ത്യൻ മുസ്ലിങ്ങൾ പഞ്ചറടച്ച് നടക്കുന്നവരാന്ന് പറയേണ്ടി വരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുമാണ് നമ്മളോട് ഇതൊക്കെ പറയിപ്പിച്ചത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സംഖ്യകൾ എടുക്കുന്ന ഓരോ ക്രെഡിറ്റുകളെ. ഇവന്മാർക്ക് ബോധം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ദൈവം എന്തുകൊണ്ടാണ് ഇവന്മാർക്ക് അറിഞ്ഞ് ബോധം കൊടുക്കാത്തത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്നവരിപ്പം നമ്മുടെ ഇന്ത്യയിലെ മറ്റുള്ള ആളുകളാണ്. അത് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും. ഇന്ത്യക്ക് പുറത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഇവന്മാരെ ബാണപരിപാടികളെ കൊണ്ട് മനുഷ്യന്മാർക്ക് നിലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളല്ല പുറത്ത് പൈസ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ കാനഡയിലോ അമേരിക്കയിലോ US-ലോ അല്ലെങ്കിൽ എന്താ പറയുക ജർമ്മനിയിലോ ഇവിടെ ഒന്നും പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. UK-ലും പോയി പ്രശ്നമാക്കില്ല. ഇന്ത്യയിൽ പോയിട്ടുള്ള സംഖ്യകളാണ് അവിടെ പോയിട്ട് ഓരോ കോപ്രായം ഈ കാവിക്കൊടിയും കുത്തി അല്ലെങ്കിൽ അതിൽ ഓരോ പോക്രിത്തരങ്ങളും കോപ്രായത്തരങ്ങളും ഇന്ത്യൻ കൾച്ചർ ഇന്ത്യയിൽ കാണിക്കാതെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് ഈ പറഞ്ഞ പേരുദോഷം മൊത്തം ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പരംവാണങ്ങളാണ്. അതായത് സംഘപരിവാണങ്ങളാണ് ഈ പറഞ്ഞ പരിപാടി മൊത്തം കാണിച്ചു കൂട്ടുന്നത്. അപ്പം ഐഫോണിൻ്റെ കളറ് ഇത് ചെയ്തത് എൻ്റെ ക്രെഡിറ്റ് ഇവരെടുക്കട്ടെ. അവരെടുത്ത് അതിന് കുറച്ച് ജയശ്രീരാം വിളിച്ച് സ്വയം ഒരു മനസ്സിനൊരു സുഖമൊക്കെ കിട്ടട്ടെ ഈ പാവപ്പെട്ട സംഘപരിവാണങ്ങൾക്ക്. വേറെ എന്ത് പറയാനാ ഇപ്പോൾ ഇതിന് അല്ലേ.